പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി നമ്മുടെ നാഥനിത നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇത് വെറും ഒരു ഗോതമ്പപ്പമല്ലെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ഇസ്രായേലിൻ്റെ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് കാവലായ കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞപ്പോൾ തീക്കൽപ്പാറയെ പിളർന്ന് വെള്ളമൊഴുക്കിക്കൊടുത്ത കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ വിശന്നു വലഞ്ഞ തൻ്റെ ജനത്തിന് ആകാശം കീറി മന്നയും കാടപ്പക്ഷിയും ഒഴുക്കിക്കൊടുത്ത കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ഇസ്രായേൽ മക്കളുടെ യാത്രയ്ക്ക് ചെങ്കടൽ വലിയ പ്രതിസന്ധി തീർത്തപ്പോൾ ചെങ്കടലിനെ ഭാഗിച്ച് വരണ്ട നിലമാക്കി തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ മറുകരയെത്തിച്ച കർത്താവിത ഈ പരിശുദ്ധ കുർബാനയിൽ ജെറീക്കോ കോട്ട വലിയ പ്രതിസന്ധി തീർത്തപ്പോൾ ഒരായുധവും ഉപയോഗിക്കാതെ ജെറീക്കോ കോട്ടയെ തകർത്ത കർത്താവ് ഇതായി പരിശുദ്ധ കുർബാനയിൽ അന്ധന് കാഴ്ച നൽകിയവൻ, ബധിരന് കേൾവി നൽകിയവൻ, ഊമന് സംസാരശേഷി നൽകിയവൻ, 5 അപ്പം 5000 ഭാഗിച്ചു കൊടുത്തവൻ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചവൻ, മരിച്ചു മണ്ണടിഞ്ഞ ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്താൽ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്ന അതേ കർത്താവ് ഇന്നിതാ ഈ പരിശുദ്ധ കുർബാനയിൽ. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. അവിടുന്ന് നൽകുന്ന വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് കർത്താവിനെ ഈ ഗാനത്തോട് ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം.
വച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന ആരാധന നാഥ ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥാ. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥാ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധനയ്ക്കേറ്റ യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. ആരാധന ആരാധന നാഥ ആരാധന. ദിവ്യകാരുണ്യമായി നമ്മളോടൊപ്പമായിരിക്കുന്ന കർത്താവിനെ നമുക്ക് ഹൃദയം തുറന്ന് ആരാധിക്കാം. അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാണ്. പുതിയ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുകയാണ്. പുതിയ ശക്തി നമ്മളിലേക്ക് ഒഴുകുകയാണ്. കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നമ്മളെല്ലാവരെയും ആശീർവദിക്കും. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കരുതലിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന.
ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവസ്നേഹത്തിൻ്റെ പാരമ്യതയെ വിളിച്ചോതുന്ന തിരുവചനമാണിത്. ഒന്നും സ്വന്തമാക്കാതെ തനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന സ്വർഗത്തിൻ്റെ സ്നേഹം. താൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പൂർണ്ണമായി പങ്കുവയ്ക്കുന്ന ഒരു ദൈവം. തിരുവചനത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുക പങ്കുവെച്ചു തരുന്ന ഒരു ദൈവത്തെയാണ്. ആർക്കാണ് പങ്കുവെക്കാൻ സാധിക്കുക? നിറഞ്ഞ സ്നേഹമുള്ളവർക്ക് മാത്രമേ പകുത്തു നൽകാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് നമ്മൾ കാണുന്നത്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരിടം സ്വർഗം അവന് ഒരുക്കുകയാണ്. ഏദൻ്റെ പറുദീസ. അവിടെ അവൻ്റെ എല്ലാ ഏകാന്തതകളെയും ഒറ്റപ്പെടലുകളെയും മാറ്റുവാൻ സ്വർഗം അവന് കൂട്ടൊരുക്കുന്നു. സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ. മനുഷ്യൻ വീണുപോയപ്പോഴും ആ സ്നേഹം അസ്തമിച്ചു പോകുന്നില്ല. ആദമും ഹവ്വായും പാപം ചെയ്ത ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ ചെയ്യുന്നത് അത്തിയിലകൾ കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി. സ്നേഹത്തിൻ്റെ പുതിയൊരു പാഠം നൽകി സ്വർഗം വീണ്ടും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നു. നമുക്കറിയാം, അത്തിയിലകൾക്ക് അധിക നാൾ ആയുസ്സുണ്ടാവില്ല. വീണ്ടും അവരുടെ നഗ്നത അനാവൃതമാക്കപ്പെടും. അപ്പോൾ തമ്പുരാൻ ചെയ്യുന്നത് അത്തിയിലകൾക്ക് പകരം തോലുകൊണ്ടൊരു ഉടയാടയുണ്ടാക്കി അവരുടെ നഗ്നത മറയ്ക്കുന്നു. സ്നേഹം വീണ്ടും ഒഴുകപ്പെടുകയാണ്. വീണ്ടും പാപം പെരുകുമ്പോൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് കായേൻ തൻ്റെ സഹോദരനെ കൊല്ലുകയാണ്. സ്നേഹത്തെ തിരസ്കരിച്ച് പാപം വർദ്ധിക്കുമ്പോൾ
കായേനെയും വിട്ടുകളയാതെ അവൻ്റെ മുകളിൽ ഒരു മുദ്ര പതിച്ചിട്ട് കായേനെ വീണ്ടും സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുന്ന യാത്ര നമ്മൾ തിരുവചനത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. താൻ സ്നേഹിച്ച ജനത്തിനോടൊപ്പം നടക്കുന്ന കർത്താവ് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തൻ്റെ പ്രിയ ജനത്തിന് കൂട്ടുവരുന്ന ദൈവം. ഈ മരുഭൂയാത്രയിൽ മാറായിലെത്തുമ്പോൾ അവർക്ക് കയ്പ് നിറഞ്ഞ വെള്ളം അവിടെ കിട്ടുന്നു. ആ കയ്പ് രസത്തെ മാറ്റി മധുരമേറിയ ജലം നൽകിക്കൊണ്ട് അവരെ വീണ്ടും സ്നേഹിക്കുന്ന ഒരു ദൈവം. വിശന്നു വലഞ്ഞ ജനത്തെ അന്നുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത സ്വർഗത്തിൻ്റെ അദൃശ്യ ഭക്ഷണമൊഴുക്കി അവരുടെ വിശപ്പ് മാറ്റുന്ന ദൈവം. നോക്കുക പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ പങ്കുവെക്കലാണ് ഇവിടെയെല്ലാം. ഇങ്ങനെ സ്നേഹിക്കാൻ സ്വർഗത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തൻ്റെ ജനത്തെ രക്ഷിക്കാൻ തൻ്റെ പ്രിയപുത്രനെ പോലും ഒഴിവാക്കാതെ അവൻ നമുക്ക് വേണ്ടി പങ്കുവെച്ചു തരികയാണ്. കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തെപ്പറ്റി തൻ്റെ കൂടെ ആയിരുന്നവരോട് പങ്കുവയ്ക്കുന്നത് മനോഹരമായ ഒരു ഉപമയിലൂടെയാണ്. ആരാണപ്പൻ, എന്താണപ്പൻ്റെ സ്നേഹമെന്ന് ധൂർത്തനായ പുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് തൻ്റെ കേൾവിക്കാരോട് പങ്കുവെക്കുന്നത് നമ്മൾ കാണുകയാണ്. മകൻ പിതാവിനെ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകുന്നു. എന്നാൽ മകൻ പോയ അന്ന് തൊട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ദൈവസ്നേഹം, കാത്തിരിക്കുന്ന ദൈവസ്നേഹം വീണ്ടും വെളിപ്പെട്ട് കിട്ടുകയാണ്. മകൻ മടങ്ങി വരുമ്പോൾ ദൂരമേ തന്നെ അവനെ തിരിച്ചറിയുന്ന ഒരു പിതാവ്. അവൻ തന്നെ തന്നെ വികൃതമാക്കിയെങ്കിലും പിതാവ് തൻ്റെ പുത്രനെ ദൂരമേ തന്നെ തിരിച്ചറിയുന്നു. സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ ചിത്രം. വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒരപ്പൻ, മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്ത ഒരപ്പൻ, മാറിപ്പോകാൻ ആഗ്രഹിക്കാത്ത ഒരപ്പൻ, സ്വർഗത്തിൻ്റെ സ്നേഹമാണ്. മടങ്ങി വരുന്നവനെ മാറോട് ചേർത്ത് വെച്ച് നീ എൻ്റെ പ്രിയ മകൻ തന്നെയാണെന്ന് ഉറപ്പ് കൊടുക്കുന്ന
ദൈവസ്നേഹം. അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നൽകി അവനെ സ്വന്തമാക്കുന്ന സ്നേഹം. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു പിതാവ്. എൻ്റെ ഉള്ളം കയ്യിൽ നിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾക്കുള്ള ഏറ്റവും വലിയ ഉറപ്പ് ഈ കാലഘട്ടത്തിൽ, ഈ ജീവിതയാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ്, നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ കർത്താവ് തൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഈ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം ഈ സമയം. ഈ സ്നേഹപിതാവിൻ്റെ പങ്കുവെച്ചു തരുന്ന സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം ഈ സമയം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് നമുക്കും ഒന്ന് ചേർന്ന് നിൽക്കാം. അവൻ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ഈ നിമിഷങ്ങളിൽ ഈ ഗാനത്തോട് ചേർന്ന് ആ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം. അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒഴുക്കുന്ന ആ സ്നേഹത്തെ നമുക്ക് പൂർണ്ണമായി സ്വീകരിച്ച് സ്നേഹത്തിൽ ധൂർത്തനായ ആ പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത്. എനിക്ക് സ്വന്തമായി ഒന്നുമില്ല കർത്താവേ, സർവ്വതും നിന്റെ സ്നേഹത്താൽ എനിക്ക് ലഭിച്ചത് മാത്രമാണ്. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
ഈ സമയം ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ സ്വപ്നങ്ങളല്ല, നിന്റെ സ്നേഹത്താൽ നീ എനിക്ക് നൽകുന്ന നിന്റെ ചില സ്വപ്നങ്ങളുണ്ട്, നിന്റെ ഇഷ്ടങ്ങളുണ്ട്, നിന്റെ ആഗ്രഹങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ സ്വപ്നങ്ങളെക്കാൾ ഉപരി നിന്റെ സ്നേഹത്താൽ, എന്നോടുള്ള നിറഞ്ഞ സ്നേഹത്താൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ വലിയ സ്നേഹ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള അഭിഷേകം, ശക്തി എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുൻപേ പോയ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം,